ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. കുറേ ആയി ഞാൻ ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോസൊക്കെ ഇടണമെന്ന് വിചാരിക്കണം, പിന്നെ സമയമൊന്നും കിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്ന് ഒരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ രാവിലെ സുബഹി നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വീണ്ടും അവിടെ തന്നെ കിടന്നിട്ട് ഫോണിലൊക്കെ ഒന്ന് തോണ്ടു. അതിൻ്റെ ശേഷം ഒരു 7-8 മണി ആകുമ്പോഴാണ് ഒന്ന് കിച്ചണിലോട്ടൊക്കെ വരും. പിന്നെ ചായക്കൊക്കെ ഒന്ന് വെള്ളം വെക്കും. അതുപോലെ തന്നെ ഞങ്ങളെ പ്ലാവിലൊക്കെ ഈ പ്രാവശ്യം നേരത്തെ കാലത്ത് ഇടിഞ്ചക്കൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ മീൻകാരൻ വരും. അപ്പോൾ ഇന്ന് ചെമ്മീനായിരുന്നു മീൻ. അപ്പോൾ ചെമ്മീൻ വേങ്ങുക ചെയ്തതെന്ന് കേട്ടോ. നമ്മളെ പഴയ കാലത്തെ മീൻകാരനാട്ടോ. അതായത് മീൻകാരനല്ല, തുലാസാണ്. ഇപ്പോഴത്തെ പോലത്തെ തുലാസല്ല, പണ്ട് കാലത്ത് ആ മീൻ വേങ്ങുമ്പോൾ തുലാസാണ്. അങ്ങനെ ചെമ്മീൻ ആണ് കേട്ടോ വാങ്ങിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ കിച്ചണിൽ പോയിട്ട് ഇന്ന് പുട്ടാട്ടം ഉണ്ടാക്കണ്. അങ്ങനെ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗ്യാസിൽ പുട്ടുണ്ടാക്കുമ്പോൾ തന്നെ പിന്നെ ഞാൻ അടുപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിൻ്റെ ശേഷമാണ് പിന്നെ ചോറ് വെക്കാനുള്ള കലം വെക്കാറ്. അങ്ങനെ അടുപ്പൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി അത് കഴിഞ്ഞ പാട് ഞാൻ ചോറുണ്ടാക്കാനുള്ള കലം വെക്കുകയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്യണത് അടുപ്പൊക്കെ ഒന്ന് കത്തിച്ചിട്ട് ഒന്ന് കത്തി പിടിച്ചതിൻ്റെ ശേഷം ഞാൻ അടുപ്പിൻ്റെ അവിടെ നിന്ന് മാറല്. അല്ലെങ്കിൽ എൻ്റെ പിന്നാലെ പോരുന്ന അടുപ്പാണ്, ഞാൻ മാറി എൻ്റെ പിന്നാലെ പോരും. അങ്ങനെ അടുപ്പൊക്കെ ഒന്ന് അടിപൊളിയായി കത്തിച്ച് വെച്ചതിൻ്റെ ശേഷം പിന്നെ ഞാൻ പണ്ട് കാലത്ത് ഉണ്ടാവില്ല അടുപ്പിൻ്റെ മുകളിൽ തട്ട് വിറകൊക്കെ വെക്കാനുള്ള അടുപ്പിൻ്റെ നേരെ മുകളിൽ. അപ്പോൾ 2-3 വിറകിൻ്റെ കുള്ളികളൊക്കെ എടുത്തിട്ട് അടുപ്പിൽ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ക്യാപ്ചർ ചെയ്തതെന്ന് ശരിക്കും കാണാനില്ല. പിന്നെ വെള്ളമൊക്കെ തിളച്ചതിൻ്റെ ശേഷം ഞാൻ അരിയൊക്കെ കഴുകി ചുടുവെള്ളത്തിൽ ഒന്നും കൂടി അരിയൊക്കെ കഴുകിയിട്ടിട്ട് വീണ്ടും ഒന്ന് അരി അതിൽക്കിടുക കേട്ടോ ചെയ്തത്. പിന്നെ അതുപോലെ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുമല്ലോ ഇപ്പോൾ ഉണ്ടോ ഇങ്ങനത്തെ ഓടക്കുഴൽ, അതായത് അത് ആ പണ്ടത്തെ കാലത്തെ ആ ഇരുമ്പിൻ്റെ ഓടക്കുഴലാട്ടോ. അപ്പോൾ പിന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ചെമ്മീൻ ക്ലീൻ ചെയ്യാനാണ്. അതൊരു 1.5 പരിപാടിയാണല്ലോ ക്ലീൻ ചെയ്യൽ. കുറേ നിന്ന് ചെയ്യും, പിന്നെ കുറേ ഇരുന്ന് ചെയ്ത്, അങ്ങനെ അറ്റ്ലീസ്റ്റ് അവസാനമൊക്കെ കഴിഞ്ഞിട്ടാണ്. അതിനുശേഷം ചോറൊക്കെ ആയതിൻ്റെ ശേഷം ചോറ് ഊറ്റാനൊക്കെ നിന്ന് പിന്നെ ഞാൻ കറി ഉണ്ടാക്കാനാണ് നിന്നത്. കറി ഞാൻ ഉണ്ടാക്കിയത് ചെമ്മീൻ റോസ്റ്റ് ആക്കുകയാണ് ചെയ്തത്. അപ്പോൾ ചെമ്മീൻ റോസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ ഇട്ട് വഴറ്റുകയാണ്. അപ്പോൾ അതൊക്കെ എന്നിട്ട് വഴറ്റിയതിൻ്റെ ശേഷം പിന്നെ 2 തക്കാളി കട്ട് ചെയ്തിട്ട് ഇടാൻ പോവുകയാണ് കേട്ടോ. അങ്ങനെ 2 തക്കാളിയൊക്കെ മതി, അധികം ചെമ്മീനൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ 2 തക്കാളി എടുത്തിട്ടുള്ളൂ. ഉള്ളി 2 ഉള്ളി തന്നെ, 2 ഉള്ളിയും 2 തക്കാളിയും മിക്സാക്കിയിട്ട് പിന്നെ വാട്ടൽ തുടങ്ങി. അങ്ങനെ വാട്ടിയതിൻ്റെ ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതക്കുകയാണ് കേട്ടോ. അതിൻ്റെ ശേഷം പിന്നെ ഒന്നും കൂടി മിക്സ് ആക്കിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലിട്ടിട്ടോ. പിന്നെ ഒരു പച്ചമുളകും കീറിയിട്ട് അതിൻ്റെ ശേഷം ഞാൻ വീണ്ടും ഒന്നും കൂടി മിക്സാക്കി. കാരണം അടുപ്പത്തായത് മൂലം തന്നെ വേഗം അടി പിടിക്കാൻ സാധ്യതയുണ്ട്. ചട്ടിയിലുമാണ്. പിന്നെ കുറച്ച് വേപ്പിൻ്റെ ഇലയൊക്കെ അതിലിട്ട് ഒന്നും കൂടി മിക്സാക്കി. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചോറ് ഊറ്റണുണ്ട് കേട്ടോ. ചോറ് ഊറ്റി ഇങ്ങനെ ഇടണമുണ്ട്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒക്കെ ഇട്ടിട്ട് ഒന്നും കൂടി മിക്സാക്കി. പിന്നെ അതങ്ങനെ അടുപ്പത്ത് കിടന്നിട്ട് വേവിട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വന്നിട്ട് ഞങ്ങളെ റൂം ക്ലീൻ ചെയ്യാൻ വന്നതാട്ടോ. ബെഡ്ഷീറ്റൊക്കെ മാറ്റി ബെഡ്ഷീറ്റ് പുതിയതിടാൻ നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ മോൻ അവിടെ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ അടുപ്പത്ത് അതവിടെ അങ്ങനെ കിടന്നോട്ടെ. അപ്പോൾ ഞാനിവിടെ വന്നങ്ങാണ്ട് ഇവിടെ ഒന്ന് റെഡിയാക്കാൻ വിചാരിച്ച് പിന്നെ അടിച്ചോരി തുടക്കൽ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കും. അങ്ങനെ ഞാൻ ഒക്കെ റെഡിയാക്കിയതിന് ശേഷം ഓൻ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ ഡിസ്റ്റർബ് ചെയ്യാണ് കേട്ടോ. ഓനക്കുള്ളൊരു ശീലമാണ്, ഞാൻ അടിച്ചോരി കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓന് അതിൻ്റെ ഇടയിൽ വന്നങ്ങാണ്ട് ഓൻ്റെ കുഞ്ഞി വണ്ടി ഓടിച്ചും കൊണ്ട് നടക്കുകയും ചെയ്യാം.
അങ്ങനെ ഞാൻ നേരെ വന്നിട്ട് അടുപ്പത്ത് വന്ന് നോക്കിയപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചെമ്മീനൊക്കെ ഇട്ടിരുന്നു കേട്ടോ. അതൊന്നും വീഡിയോ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല. നല്ല അടിപൊളി ചെമ്മീൻ റോസ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ബാക്കി പണികൾ ചെയ്ത് ഒന്നുകൂടി അടുപ്പത്ത് കിടന്നിട്ട് ചെമ്മീനൊന്ന് വറ്റിക്കോട്ടെ വിചാരിച്ച്. അതിനിടയ്ക്കാണ് ഞാൻ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. എന്താണെന്നറിയോ? കാന്താരി മുളക് ഉപ്പിലിട്ടത്. അതായത് ചീനമുളക് നല്ല സുറുക്ക ഒഴിച്ചിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ ഒരു ചില്ലിൻ്റെ കുപ്പിയിലിട്ട് വെച്ചതാട്ടോ. കുറച്ചായി അത് വെച്ചിട്ട്. അപ്പോൾ ഇന്നും കുറച്ച് ചീനമുളക് കിട്ടിയ കാരണം ഞാൻ വീണ്ടും അതിൻ്റെ മുകളിൽ കൂടെ ആ ചീനമുളക് കുറച്ചും കൂടി ഇട്ടിട്ട് അടച്ച് വെച്ച് കേട്ടോ. നല്ല അടിപൊളിയാണ് കഴിക്കാനൊക്കെ. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ തുടക്കാൻ നിന്നാടി. ചൊല്ല് കഴിഞ്ഞതല്ലേ, പിന്നെ തുടക്കാനുള്ള ഡ്യൂട്ടി. അങ്ങനെ തുടക്കാൻ നിന്ന് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മോനെ കുളിപ്പിക്കാനും മോനക്ക് ഫുഡ് കൊടുക്കാനും ഒക്കെ നിന്നിട്ടുണ്ട് കേട്ടോ. അതൊന്നും പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. വീഡിയോ എടുക്കാൻ നിന്നാൽ ഒരുപാടുണ്ട് വീഡിയോ എടുക്കാൻ. പിന്നെ നമ്മൾ ഡെയിലി ചെയ്യണ ഓരോ കാര്യങ്ങൾ മാത്രം